വളരെയധികം പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിലുള്ള ആ ഭാവം അല്ലെ, യേശുവിൻ്റെ മനസ്സ്, യേശുവിൻ്റെ ഹൃദയം അത് നമ്മളിലും ഉണ്ടാകട്ടെ എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത് അല്ലെ. യേശുക്രിസ്തു തന്നെ താഴ്ത്തിക്കൊണ്ട് അല്ലെ മനുഷ്യൻ്റെ രൂപം എടുത്തിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് യേശു തന്നെ സ്വന്തമായിട്ട് തന്നെ വിചാരിക്കുമായിരുന്നെങ്കിൽ അല്ലെ നമുക്ക് രക്ഷ ഉണ്ടാകുമായിരുന്നില്ല. യേശു ഇങ്ങനെ വിചാരിക്കുക, ഞാൻ എന്തിനാ ഈ ലോകത്തിലേക്ക് പോകുന്നത്? ഈ മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ച സമയത്ത് യാതൊരു വിധത്തിലുള്ള കുറ്റമില്ലായിരുന്നല്ലോ, ഒരു കുറ്റത്തോടു കൂടിയല്ല ഞാൻ സൃഷ്ടിച്ചത്. പക്ഷെ ഇവരുടെ തോന്നിവാസത്തിന് പോയിട്ട് ഇങ്ങനെ ഒരു തരത്തിലുള്ള ജീവിതം നയിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ ലോകത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അല്ലെ. ഈ ലോകത്തില് എന്താ പറയാ, സ്വർഗത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാലും മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരൊറ്റ നാമം മാത്രമുള്ളത്, യേശുക്രിസ്തുവിന്റെ നാമം മാത്രം അല്ലെ. അപ്പൊ യേശു ലോകത്തിലേക്ക് വന്നില്ല നമ്മൾ രക്ഷപ്പെട്ടു പോകില്ലെന്ന്. അപ്പൊ ആ കണ്ട ആ ഒരു ഹൃദയം, യേശുവിലുള്ള ഒരു ഹൃദയം അല്ലെ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ അല്ലെ, തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ, തന്നെ വേണ്ടെന്ന് വെക്കുന്ന വ്യക്തികളെയും കൂടെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അത് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു മനസ്സ് നമ്മളിലും കാണട്ടെ എന്നാണ് പിതാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് താഴ്മയുള്ളവരായിരിക്കാം. അതാണ് ഇന്നത്തെ ടോപ്പിക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഓ ലോർഡ് ഗോഡ് ഓൾമൈറ്റി, അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമില്ല യേശുവേ. നന്ദി പിതാവ് കർത്താവേ. ഞങ്ങൾ പലരും കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് കർത്താവ്. പക്ഷെ എന്നാലും ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം അങ്ങയുടെ സ്നേഹം. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഈ സ്നേഹത്തെ കർത്താവ്, ഈ ലോകത്തെ അങ്ങ് എന്നും സ്നേഹിക്കുന്നു കർത്താവ്. അവരുടെ ആത്മാക്കളെ അങ്ങ് സ്നേഹിക്കുന്നു, അവരുടെ പ്രവൃത്തികളെ അങ്ങ് സ്നേഹിക്കുന്നില്ല, അത് വാസ്തവം. പക്ഷെ ആത്മാക്കളെ കർത്താവ് എന്നും അങ്ങ് സ്നേഹിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് യു, വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. അങ്ങയിലുള്ള ആ സ്വഭാവം, ആ ഹൃദയം, ആ മൈൻഡ് കർത്താവ് ഞങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളൊന്ന് ഇടപെടണമേ കർത്താവേ. കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ പിതാവ് അങ്ങേക്കായിട്ടും മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനോട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകാം. ഫിലിപ്പിന്റെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ ആദ്യം നമുക്ക് 1 തൊട്ട് 8 വരെ ഒന്ന് വായിക്കാം. അതിനുശേഷം പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് 9ലേക്ക് പോകാം. അപ്പൊ 9 തൊട്ട് 11 വരെ വായിക്കാം. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന വാക്കുകൾ, വളരെയധികം അറിയാവുന്ന വാക്കുകൾ, പക്ഷെ എന്നാലും വായിക്കുക. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്നു വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിഞ്ഞു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലും മരണത്തോളം തന്നെ ഉള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിൽ മേലായി നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും. എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, 5-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അതിന് മുമ്പുള്ള വാക്കുകൾ 1 തൊട്ട് 4 വരെയുള്ള വാക്കുകളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് ദൈവം പറയുന്നു. പിന്നെ 6 തൊട്ട് 8 വരെയുള്ള വാക്കിൽ എങ്ങനെയാണ് അല്ലെ യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുവാണ് നമ്മുടെ ഉദാഹരണം. യേശുവിലുള്ള ആ ഭാവം, ആ മനസ്സ് അല്ലെ, അത് നമ്മളിൽ ഉണ്ടായിരിക്കണം. കാരണം ദൈവത്തിന്റെ പദ്ധതി, മനുഷ്യനെ പറ്റിയുള്ള പദ്ധതി, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ വില്ല് എന്ന് പറഞ്ഞാൽ തന്റെ മകനായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് അല്ലെ അനുരൂപപ്പെടുക അല്ലെ, എന്ന് വെച്ചാൽ കൺഫേം ചെയ്യുക യേശുവിന്റെ സ്വരൂപത്തിലേക്ക് അല്ലെ എന്നാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ലെ. അങ്ങനെയാകുമ്പോൾ യേശു ആദിജാതനായും നമ്മൾ സഹോദരങ്ങളായും ഇരിക്കുമല്ലോ. അപ്പോൾ അതാണ് ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുക. അപ്പൊ ദൈവത്തിലുള്ള യേശുവിനുള്ള മനസ്സ്, അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മനസ്സ്. യേശുവിന്റെ മനസ്സിനേക്കാളും നല്ല മനസ്സ് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കുള്ള, ഈ ലോകത്തിൽ നിന്നല്ല, ഈ ഭൂമിയിൽ സ്വർഗത്തിൽ ആർക്കും ഇല്ല അല്ലെ. യേശു എന്ന് പറഞ്ഞാൽ ദൈവം
തന്നെയാണ്. ദൈവത്തിന്റെ മനസ്സ് പോലെ ഒരു മനസ്സും വേറെ ആർക്കുമില്ല. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തെ കാണുന്ന ആ മനസ്സ് നമ്മളിലും ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് പറയാ, പോൾ വഴി പറയുക, ക്രിസ്തുവേശു വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇരിക്കണം എന്നിങ്ങനെ ഇരിക്കുന്നവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ. അപ്പൊ നമ്മൾ ഏക മനസ്സുള്ളവരായിരിക്കണം, ഐക്യമത്യപ്പെട്ടിരിക്കുന്നവരായിരിക്കും, അല്ലെ, യൂണിറ്റി ഉള്ള വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട ഒരു ഗുണത്തെ പറ്റിയാണ് താഴെ യേശുക്രിസ്തു വഴി പറഞ്ഞിരിക്കുന്നത്. യേശു എത്രമാത്രം ഹമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കും, അല്ലെ, എത്രമാത്രം താഴ്ചയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിതാവിന്റെ ഒപ്പമാണ് പുത്രനും പിതാവും ഹോളി സ്പിരിറ്റ് കൂടെ അവർ ഒന്നാണ്. പക്ഷെ എന്നിട്ടും കൂടെ യേശു, അല്ലെ, പിതാവ് എന്താ പറയുക, തീരുമാനിച്ചതനുസരിച്ച് മാത്രമേ ജീവിക്കുന്നുള്ളൂ, അല്ലെ, വേറെ ഒന്നിലേക്ക് പോകുന്നില്ല. പിതാവ് എന്ത് പറയണം എന്ന് യേശുവിനോട് പറയുന്നത് അത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പിതാവിന് അതിന്റെ ആഗ്രഹമാണ് ഈ ലോകത്തില് ഉള്ള വീണുപോയ മനുഷ്യരെ വീണ്ടെടുക്കുക എന്നുള്ളത്, അല്ലെ. അത് പുത്രൻ യെസ് ആൻഡ് ആമേൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ദാസന്റെ രൂപം കൊണ്ട് മനുഷ്യനെ, ദൈവത്തിന് മനുഷ്യനെ വരണമെങ്കിൽ ചില്ലറ കാര്യമില്ല. അത് എന്താ പറഞ്ഞ, ഒരു മനുഷ്യന്റെ രൂപത്തില് ദാസന്റെ രൂപം പൂണ്ട് ഈ ലോകത്തിലേക്ക് യേശു തന്നെ താഴ്ത്തിക്കൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് ഒരു ക്രിമിനലെ പോലെ ക്രോസ് ഓഫ് കാൽവറിയില് മരിച്ചിരിക്കുമല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് ക്രൂശിലുള്ള മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നാട്ടിലുള്ള നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസിന് കൊടുക്കുന്ന ഒരു മരണം അതല്ല. എല്ലാവരെയും കാണും, അല്ലെ, എല്ലാവരെയും എന്താ പറയണ, കാണിച്ചുകൊണ്ടുള്ള ഒരു മരണമാണ്, അല്ലെ. എല്ലാവരെയും കാണും, ഇങ്ങനെ ഡ്രസ് പോലും ഇല്ലാതെ എല്ലാരാലും നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ആ ക്രോസിൽ കിടക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കാണും, അല്ലെ. അപ്പൊ പട്ടണത്തിന്റെ അടുത്താണല്ലോ ഇതല്ല, സിറ്റിക്ക് പുറത്താണല്ലോ യേശുവിനെ ക്രൂശിലേറ്റ് ചെയ്തത്. അപ്പൊ അവിടെയുള്ളവര് സകല മനുഷ്യരും കാണും. അപ്പൊ യേശുവിന്റെ ക്രൂശിലേറ്റിയ സമയത്ത് സകല മനുഷ്യരും എന്താ പറയുന്നത്, മോക്കുകയോ ചെയ്ത് കളിയൊക്കെ ചെയ്യുന്നു. അവരിപ്പോ താഴെ ഇറങ്ങി വരാൻ സാധിക്കത്തില്ല, അല്ലെ. വലിയ ആളെന്നും പറഞ്ഞ് നടന്ന ആളാണല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ താഴെ ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല? ഇവൻ ആ ക്രോസിൽ താഴെ ഇറങ്ങി വരുവാണ് ഞങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയൊക്കെയുള്ള രീതികൾ വർത്തനൊക്കെ പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ തന്നെ ഒന്നും അല്ലാതാക്കിക്കൊണ്ട് ദൈവം, അല്ലെ, മനുഷ്യനാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്, എന്നാലും എക്സ്ക്യൂസ് ഇല്ല. പക്ഷെ ദൈവമാണെന്ന് വിചാരിച്ചാൽ ദൈവം എല്ലാവരുടെയും മുമ്പില് അത്രയ്ക്കും ഒന്നുമല്ലാതാക്കി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം തന്നെ താഴ്ത്തിയെങ്കിൽ എത്രമാത്രം താഴ്മയുള്ള വ്യക്തികളായിരിക്കും നമ്മളെന്ന് വിചാരിച്ചു നോക്കിയ. ഐസയുടെ 53 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ, അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയാണ് യേശു, അല്ലെ. ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല, സൈലന്റ് തന്നെ. പൈലറ്റിന്റെ പിലാത്തോസിന് മുമ്പിലൊക്കെ നിൽക്കുമ്പോ പിലാത്തോസ് എത്രമാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും 1 or 2 കാര്യത്തിന് മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാട്ടില്ല മനുഷ്യർക്ക് മുമ്പിൽ നിൽക്കാൻ സാധിക്കത്തില്ല. അതുപോലെ കാര്യങ്ങളാണ്, അല്ലെ. ദൈവത്തെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തിനാ? നമ്മുടെ പാപത്തിന് വേണ്ടി. അറസ്റ്റ് ചെയ്തെന്ന് കൊല്ലുന്നു എന്നുള്ള ആ പാപത്തിനും കൂടെയുള്ള പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ആ മനസ്സ്, മറ്റുള്ളവർക്ക് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു താഴ്മ, അല്ലെ. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ഒരുപാട് താഴ്മ വേണം, അല്ലെ. മറ്റുള്ളവരെ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമതപ്പെട്ട് ഏകഭാവമുള്ളവരായിരിക്കണമെങ്കിൽ, മറ്റുള്ളവരോട്, അല്ലെ, അങ്ങനെ ഇരിക്കണമെങ്കിൽ ഒരുപാട് താഴ്മ നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ്, അല്ലെ. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില ഉണ്ടെന്ന്, അല്ലെ, വില കൊടുക്കാനും മറ്റുള്ളവരുടെ വേദനയെ അത് എന്റെ പോലത്തെ വേദന തന്നെയാണെന്നും, അല്ലെ, അവർക്ക് നല്ലത് മാത്രമേ വരാവുള്ളൂ എന്ന് ആഗ്രഹിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു എന്താ പറയുക, ഒരു താഴ്മ ഉണ്ടായിരിക്കണം. ആ താഴ്മ ഉണ്ടാകട്ടെ എന്ന് ദൈവം നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നു, അല്ലെ. ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു കാര്യമൊന്നുമല്ല, അല്ലെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദുശാഠ്യത്താലോ ദ്രവ്യമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തരും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളും, അല്ലെ. അപ്പൊ അതാണ് ദൈവത്തിന്റെ ഹൃദയം അതാണ്. അപ്പൊ മറ്റുള്ളവരെ തന്നെക്കാളും ബെറ്റർ ആയിട്ട് കാണുക, ഗ്രേറ്റർ ആയിട്ട് കാണുക, അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കാണുമ്പോ എത്ര മനോഹരമായിട്ടൊരു ജീവിതമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതൊന്നും അല്ല നമ്മൾ കാണുന്നില്ല. എല്ലാവർക്കും സ്വന്തമായിട്ട് എന്താ പറയുക, അഭിപ്രായങ്ങളുണ്ട്. അത് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആ അഭിപ്രായം തന്നെ നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ തന്നെ. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കരുത്, അതങ്ങനത്തെ സ്വഭാവമായിരിക്കരുത് നമ്മുടെ ഉള്ളിൽ എന്നാണ് ദൈവം തമ്പുരാൻ പറയുന്നത്, അല്ലെ. അതല്ല
ദൈവത്തിന്റെ വഴി എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. അല്ലെ, ദൈവത്തിന്റെ വചനം അത് നേരാണ്, സത്യമാണ്. ദൈവത്തിന്റെ വചനത്തിന് ജീവനുള്ളതാണ്. അല്ലെ, ദൈവം കള്ളം പറയത്തില്ല. ഇതാണ് ദൈവത്തിന്റെ വഴി. ദൈവം നമ്മളോട് പറഞ്ഞതാ, നമ്മളെ തന്നെ അല്ലെ താഴ്ത്തുക എന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ അഭിപ്രായത്തിനാകാതിരിക്കട്ടെ അല്ലെ മുൻതൂക്കം കൊടുക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞില്ല അത് മാത്രമേ നടക്കാവുള്ളൂ. ചില വീട്ടിൽ പലരും ചെയ്യുന്ന പ്രവർത്തികൾ അതല്ലേ. എന്തുകൊണ്ടാണ് സ്ത്രീകളോട് സബ്മിസീവ് ആയിരിക്കണം ദൈവം പറഞ്ഞിരിക്കുന്ന ഭർത്താക്കന്മാരോട്? ചില വീട്ടിലെങ്കിലും കാണുന്ന ഒരു കാഴ്ചയാ, അല്ല ചില വൈഫുമാര് സ്ത്രീകളെങ്കിലും ചെയ്യുന്ന ഒരു കാഴ്ചയത് അല്ല, ഞാൻ പറയുന്ന മാത്രമേ ഈ വീട്ടിൽ നടക്കാവുള്ളൂ എന്നൊരു തരത്തിലുള്ള ഒരു സ്വഭാവമായിട്ട് ഇരിക്കുന്നു. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, നിങ്ങൾ സബ്മിസീവ് ആയിരിക്കും അല്ലെ. എന്താ പറയുക, പത്രോസ് 1 പത്രോസിലെ 5 ചാപ്റ്ററിലേക്ക് പോകുമ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ യങ് ആയിട്ടുള്ള ആൾക്കാരോട് അല്ലെ, ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുക. പത്രോസ് വഴി 5 ചാപ്റ്ററിന്റെ 5ഉം 6ഉം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി, എല്ലാവരും തമ്മിൽ കീഴടങ്ങിയവര് താഴ്മ ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അല്ലെ. അപ്പൊ എന്താ പറയാ, താഴ്മ എന്നതിനെ ഒരു വസ്ത്രം പോലെ ധരിക്കുക എന്ന് ദൈവം പറഞ്ഞിരിക്കുക അല്ലെ. അത് നമ്മളുടെ വസ്ത്രമില്ലാതെ നമ്മൾക്ക് ഒന്നും പറ്റത്തില്ല. നമുക്ക് വീടിന്റെ പുറത്തേക്ക്, ടോയ്ലറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല അല്ലെ. വീടിന്റെ അകത്തൂടെ പോലും നടക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാകുമ്പോ താഴ്മയെ നമ്മൾ ഒരു വസ്ത്രം പോലെ ധരിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ സഹചാരിയായിട്ട് അല്ലെ, ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും അല്ലെ, എഴുന്നേറ്റിരിക്കുമ്പോൾ നടക്കുമ്പോഴും എല്ലാം നമുക്ക് വസ്ത്രം വേണം. അപ്പൊ അതുപോലെ നമുക്ക് എന്താ പറയുക, താഴ്മയെ, ഹ്യൂമിലിറ്റിയെ നമ്മൾ വസ്ത്രം പോലെ എന്താ പറയുക ധരിക്കാന്ന് പറയും. അപ്പൊ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറയുമ്പോ, അപ്പൊ യങ്ങായിട്ടുള്ള ആൾക്കാരോട് മൂത്തവരുമായിട്ട് അല്ലെ, മൂത്തവരോട് കീഴടങ്ങിയിരിക്കുക. ഇപ്പൊ കീഴടങ്ങുക എന്ന് പറയുന്നത് അത് ഹമ്പിൾ ആയിരിക്കുന്ന താഴ്മയുള്ളതിന്റെ ഒരു വലിയൊരു ലക്ഷണമാണ്. യേശുക്രിസ്തു ദൈവമാണ് അല്ലെ. ദൈവമായിട്ടും കൂടെ പിതാവിന് അത്രയധികം താഴ്ന്നിരുന്നു അല്ലെ. പിതാവ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും ചെയ്യത്തില്ലായിരുന്നു യേശുക്രിസ്തു. അതാണ് ആ താഴ്മയെ കാണിക്കുന്നത് അല്ലെ. യേശുക്രിസ്തു ദൈവത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിലുള്ള സ്വന്തം സമത്വം ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്നു വിചാരിക്കാതെ ദാസരൂപം എടുക്കുന്ന, ദാസൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, അത് താഴ്മയുള്ളതാണ് അല്ലെ. അപ്പൊ ദൈവമായിട്ട് പോലും ദൈവത്തോട് പിതാവ് തന്നെയാണ് പുത്രനെങ്കിൽ പോലും, പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെയല്ല, ഞാൻ എന്നെ തന്നെ ഹമ്പിളാക്കുന്നു എന്ന് പറയാനുള്ള ഒരു മനസ്സ് അല്ലെ, അതങ്ങനെ പറയുന്നതിനുള്ള മനസ്സ് കാണിച്ച ഒരു ആളാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ. ആ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അല്ലെ. മറ്റുള്ളവരെ എന്താ പറയാ, മറ്റുള്ളവർക്ക് നല്ലത് വരത്തക്ക രീതിയിൽ ചിന്തിക്കാനും എന്താ പറയുക, തന്നെക്കാളും മറ്റുള്ളവരെ ബെറ്ററായിട്ട് കാണാനും ഒരു മനസ്സുണ്ടാകണമെങ്കിൽ അതിന് വളരെയധികം ഹമ്പിൾ ആയിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ എന്താ പറയുന്നത്, ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. നമ്മള് ഇപ്പോഴും എന്താ പറയുക, ലോകത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാഴ്ച ഇത്, ഞാൻ വലിയവനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അല്ലെ, നമ്മൾ വലിയവരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിനാണ് വില കൊടുക്കണം എന്നുള്ളത് കാണിക്കുന്നത്, ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വളരെയധികം ബുദ്ധിയുള്ള വ്യക്തിയാണ്, ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്കാണ് എല്ലാവരെക്കാളും ശ്രേഷ്ഠത കൂടുതൽ എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളില്ല അല്ലെ, സകല എന്ത് കാര്യങ്ങളിലും ചെയ്യും അല്ലെ. അവിടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ തന്നെ താഴ്ത്തുവാണ്, ഞാൻ നിങ്ങളെ ഉയർത്തും എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. പ്രൈഡ് എന്ന് പറഞ്ഞ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ സദൃശ്യവാക്യങ്ങൾ അല്ലെ, പ്രോവർബ്സിന്റെ അകത്തേക്ക് പോകുമ്പോൾ 6 ചാപ്റ്ററിന്റെ അകത്ത് ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അവത്തില് ഫസ്റ്റ് കാര്യം, പ്രോവർബ്സിന്റെ അല്ലെങ്കിൽ സദൃശ്യവാക്യത്തിന്റെ 6ന്റെ 16, 17 വായിക്കുമ്പോൾ അറിയാം, ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ പ്രൈഡ് ലുക്ക് എന്ന് പറഞ്ഞ അഹങ്കാരം അല്ലെങ്കിൽ താഴ്മയില്ലാഴിക എന്നുള്ളത്. അത് ദൈവം വളരെയധികം വെറുക്കുന്നു. നമുക്ക് പിന്നെ ഐസയാന്റെ 2ലേക്ക് പോകുമ്പോ 2ന്റെ 12ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ സമയം അല്ലെ, യേശുവിന്റെ ഐസയാന്റെ 2ന്റെ 12 വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവുള്ള ഉന്നത ഭാവമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അപ്പൊ യഹോവയുടെ നാൾ എന്ന് പറയുമ്പോൾ അത് അത്ര ചെറുതായിട്ടുള്ള കാര്യമല്ല, വളരെയധികം എന്താ പറയുന്നത്,
ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു സമയത്തെ പറ്റി ദൈവത്തിന്റെ അല്ല ദൈവത്തിന്റെ ദേഷ്യം അത് ദൈവം കാണിക്കുന്ന ഒരു ഒരു സമയമാണ്. ഒരു നാൾ തരുമ്പോ ഒറ്റ ദിവസത്തേക്കല്ല പറയുന്നത്. അതൊരു ചിലപ്പോ ഒരുപക്ഷെ ഒരു നാളത്തേക്ക് ഒരുപക്ഷെ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും. ജോയലിന്റെ അകത്തൊക്കെ പോകുമ്പോഴൊക്കെ ദൈവം എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ദൈവത്തിന്റെ എന്താ പറയുക റാത്തിനെ പറ്റി ജഡ്ജ്മെന്റിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ജഡ്ജ്മെന്റ്. അപ്പൊ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഇപ്പൊ നമുക്ക് റെവലേഷന്റെ അകത്ത് അല്ലെ, വെളിപാട് പുസ്തകത്തിന്റെ അകത്തൊക്കെ അതെല്ലാം ഉണ്ടല്ലോ. ദൈവത്തിന്റെ ആ ഒരു എന്താ പറയുക ജഡ്ജ്മെന്റ് അല്ലെ. എങ്ങനെയെങ്കിലും ഈ ജഡ്ജ്മെന്റ് പറയുന്നത് ദൈവം മനുഷ്യരെ നശിപ്പിച്ച് കളയണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ദൈവം പറയുന്ന ഒരു കാര്യമല്ല. അല്ല, ദൈവം ചെയ്യുന്ന ഒരു കാര്യമല്ല ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവസാനത്തെ ജഡ്ജ്മെന്റ് അത് അവസാനത്തെ സമയത്ത് അല്ലെ. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോ വെള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെ എന്താ പറയുക ജഡ്ജ് ചെയ്യുന്ന അത് അവസാനം വരുന്ന കാര്യം. അതുവരെ ദൈവം നമുക്ക് എന്താ പറയുക നമ്മൾ കളയത്തക്ക രീതിയിലുള്ള ജഡ്ജ്മെന്റ് ഒരിക്കൽ പോലും ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ദൈവത്തിന്റെ റാത്ത് വന്ന് ഇവരെ ജഡ്ജ് എന്ന് പറയുമ്പോ അവിടുന്ന് നമ്മള് താഴ്മയോടുകൂടി തന്നെ നമ്മള് ക്ഷമ ചോദിച്ച് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ദൈവം ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് പ്രൗഡായിട്ടുള്ള ആൾക്കാരുടെ ഗർവുള്ളവന്റെ ഉന്നത ഭാവത്തുള്ളതിന്റെ സകലതിന്റെയും മുകളിലേക്ക് ആ ജഡ്ജ്മെന്റ് അല്ല ദൈവത്തിന്റെ എന്താ പറയാ ആ യഹോവയുടെ നാൾ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഉയർന്നതിനെ എല്ലാത്തിനെയും താഴെ കൊണ്ടുവരുന്ന ചുരുക്കം അല്ലെ. ദൈവം സകലതിനെ ഉയർന്നിരിക്കുന്ന എല്ലാത്തിനും വെച്ചാൽ പ്രൗഡായിട്ട് അഹങ്കാരത്തോടു കൂടി നിൽക്കുന്ന സകലതിനെ ദൈവം താഴെ കൊണ്ടുവരുന്ന. പക്ഷേ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക യേശു തന്നെ താഴ്ത്താൻ തയ്യാറാക്കിയപ്പോൾ അല്ലെ, തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് തന്നെ സബ്മിറ്റ് ചെയ്തപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 9 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയർ ലേഖനത്തിൽ 2:9 തൊട്ട് 11 വരെ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്ത സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും. എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യും. അവൻ ലോർഡാണ്, അവൻ കർത്താവാണെന്ന് സകല വാക്കും സകല നാക്കും പറയുക തന്നെ, സകല വായും അത് ഏറ്റു പറയുക തന്നെ ചെയ്യും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അല്ലെ. കാര്യം എന്താ വെച്ചാൽ യേശു തന്നെ താഴ്ത്തി. അപ്പൊ ഉയർത്തുക എന്നുള്ളത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം പത്രോസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. 1 പത്രോസിന്റെ 5 6 വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിന്. അപ്പൊ നമ്മളെ തന്നെ താഴ്ത്താൻ തയ്യാറാണെങ്കിൽ ഉയർത്തുന്നവൻ ദൈവമാണ്. 75-ാമത്തെ സങ്കീർത്തനത്തിൽ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഉയർത്തുന്നത് അവനാണ് അല്ലെ. ദൈവമാണ് ഉയർത്തുന്നത്. അപ്പം ഈ ലോകത്ത് കാണുന്നവരെ മൊത്തം ഉയർത്തുന്നത് ദൈവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവുണ്ട് അതിന്. ഈ ലോകത്തിൽ യേശുവിലല്ലാത്ത വ്യക്തികൾ ഇപ്പൊ ഉയർത്തി നിർത്തിയിരിക്കുന്ന പിശാചാണ്. പക്ഷേ അവൻ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ അവൻ അവരിൽ നിന്ന് എടുത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഉയർത്തപ്പെടുന്നതിന് പകരമായിട്ട് അവൻ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ അവരുടെ ആത്മാവിനെയാണ് ആവശ്യപ്പെടുന്നത്. അവരുടെ പ്രാണനെയാണ് അവൻ അടക്കി വെച്ചിരിക്കുന്നത് അല്ലെ. ദൈവം ഉയർത്തുമ്പോൾ നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കും. ദൈവം ഉയർത്തുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള ഉയർത്തലായിരിക്കും അല്ലെ. പിശാച് ഉയർത്തുമ്പോൾ അത് വീഴിക്കുന്നതിന് വേണ്ടിയുള്ള താഴേക്ക് ഉയർത്തിയിട്ട് അത്രയും പൊക്കത്തിൽ താഴേക്ക് തള്ളിയിടുന്നതിനുള്ള ഒരു ഉയർത്തലാണ് അവൻ മനുഷ്യരെ ഉയർത്തുന്നത്. അവൻ നശിപ്പിക്കാനേ അറിയത്തുള്ളൂ. പിശാചിനെ നശിപ്പിക്കാനേ അറിയത്തുള്ളൂ അല്ലെ. ദൈവത്തെ നമ്മള് സൃഷ്ടിക്കാനും നമ്മളെ എന്താ പണിയാനും പണിത് ഉയർത്താനുമേ ദൈവം ചെയ്യത്തുള്ളൂ അല്ലെ. പിശാച് നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ പിശാച് ഉയർത്തുന്ന വ്യക്തികൾ നമ്മൾ ലോകത്ത് കാണുന്ന വ്യക്തികളെല്ലാം യേശുവിലല്ലാത്ത വ്യക്തികളെല്ലാം പിശാച് ഉയർത്തിയിരിക്കുന്നവരാ. പക്ഷെ അവര് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ അവരുടെ ആത്മാവിന്റെ വിലയിലാണ് അല്ലെ, അവരുടെ പ്രാണന്റെ വിലയിലാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് അല്ലെ. അവര് നടന്നെടുക്കുന്നത് പാതാളത്തിലേക്കാണെന്നൊന്ന് ചുരുക്കം അല്ലെ. അപ്പൊ ദൈവം ആണ് നമ്മളെ ഉയർത്തുന്നതെങ്കിൽ അത് നമുക്ക് സ്വർഗത്തിന്റെ രാജ്യത്തിൽ സ്ഥാനം തന്നുകൊണ്ടുള്ള ഉയർത്തലാക്കി. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നമുക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഹമ്പിൾ ആക്കിക്കൊണ്ട് താഴ്മയുള്ളവരായിട്ട് നമുക്ക് അവന് ഉയർത്തട്ടെ. നമ്മളായിട്ട് ഉയർത്താൻ വേണ്ടി പോകരുത് ഒരു കാരണവശാലും. ഏത് സമയത്ത് എങ്ങനെ ഉയർത്തണം, നമ്മളെ ഉയർത്തണം എന്നുള്ള കാര്യം അറിയുന്നത് ദൈവം അല്ലെ. നമ്മളെ
ആ സമയത്ത് ദൈവം ഉയർത്തും അല്ലെ. ദൈവത്തിന്റെ സമയത്താണ് ദൈവം ഉയർത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വ്യക്തിയുടെ ഉള്ളിലിരിപ്പും ഉള്ളിന്റെ ന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ദൈവത്തിന് മാത്രമാണ് അല്ലെ. ആ സമയത്ത് ദൈവം നമ്മൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള സ്വഭാവത്തിന്റെ ഒരു ശക്തി നമുക്ക് ഉണ്ടാകണമെന്നില്ല അല്ലെ. നമ്മുടെ സ്വഭാവം എന്താ പറയാ നല്ലതല്ല എങ്കിൽ നമുക്ക് എന്താ പറയാ ദൈവം നമ്മളെ ഉയർത്താൻ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ദൈവം ഉയർത്തുമ്പോ നമ്മൾ അഹങ്കാരികളായി പോകുന്ന തരത്തിലുള്ള സ്വഭാവമുള്ളവരാണെങ്കിൽ, താഴ്മയില്ലാത്ത മനസ്സുള്ളവരാണെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തിയിട്ട് ഒരു കാര്യമില്ല. ദൈവം ഉയർത്തത്തില്ല. കാരണം അത് നമ്മുടെ നാശത്തിലേക്കേ പോകത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ കൃത്യമായിട്ടുള്ള സമയത്ത് ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും അല്ലെ. നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മളെ പണിതിട്ട് ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും അല്ലെ. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കും. നമ്മളായിട്ട് ഉയരാൻ പോകരുത് ഒരു കാരണവശാലും അല്ലെ. നമ്മളെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. അപ്പൊ ഇവിടെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വാക്ക് 1 തൊട്ട് എന്താ പറയുന്നെ 4 വരെയുള്ള വാക്കുകൾ ഇവിടെ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. യേശുവിൽ കാണുന്ന ഗുണം അല്ലെ, ഐകമത്യപ്പെടുന്നതിന് വേണ്ടിയും താഴ്ന്നിരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഹൃദയവും അല്ലെ, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം, തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അല്ലെ മറ്റുള്ളവർക്ക് നന്മ വരണം എന്നുള്ള ഒരു മനസ്സും ഉള്ളത്. ആ ഒരു മനസ്സ് അത് ദൈവത്തെ കാണുന്ന മനസ്സ് നമ്മളിലും ഉണ്ടാകട്ടെ. യേശുവിന്റെ ഹൃദയം നമ്മളിലും ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഒരുപാട് ഹ്യൂമിലിറ്റി ആവശ്യമുണ്ട്, ഒരുപാട് താഴ്മ ആവശ്യമുണ്ട്. താഴ്മയുള്ള വ്യക്തികളായിരിക്കാം നമ്മൾ. നമ്മുടെ ഈഗോയിനെയൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം അല്ലെ. നമുക്ക് ദൈവത്തെ പോലെ ആയാൽ മതി. പോള് പറയുന്ന പോലെ അല്ലെ, എനിക്കറിയണം, യേശുവിനെ എനിക്ക് അറിയണം അല്ലെ. എനിക്ക് യേശുവിന്റെ റിസറക്ഷന്റെ പവറിനെ പറ്റി എനിക്ക് അറിയണം. എനിക്ക് യേശുവിൽ ഞാൻ ഫൗണ്ട് ചെയ്യപ്പെടണം അല്ലെ. എനിക്ക് യേശുവിനെ കിട്ടണം. അത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എനിക്ക് ഐ വാണ്ട് ടു ഗെയിൻ ഹിം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ഹിം അല്ലെ. എനിക്ക് അവനിലായിരിക്കണം അല്ലെ. ഞാൻ അവനിൽ മറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. എന്നെ എന്താ പറയാ ഞാൻ യേശുവിന്റെ പുറത്തായിരിക്കരുത്, ഞാൻ യേശുവിലായിരിക്കണം അല്ലെ. അതിനുവേണ്ടി ഉള്ളതിനെല്ലാം വേണ്ടെന്ന് വെക്കാം. അതാണ് പോള് പറഞ്ഞിരിക്കുന്നത്. പോൾ അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ പോള് നമ്മളോട് പറയും അങ്ങനെ ആയിരിക്കട്ടെ നമ്മളെ ഉയർത്താൻ ശ്രമിക്കട്ടെ. ദൈവം ഉയർത്തിക്കൊള്ളും. ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം ഉയർത്തിക്കൊള്ളും. അതിനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം, നമുക്ക് താഴ്മയുള്ള വ്യക്തികളായിരിക്കാം, എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന വ്യക്തികളായിരിക്കാം അല്ലെ. കടുംപിടുത്തക്കാരല്ലാതിരിക്കും. അതിനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ നമുക്കായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ അല്ലെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം നമുക്ക് ഡെയിലി. അതിനെപ്പറ്റിയാണ് എനിക്ക് ഇത് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമുള്ള കർത്താവ്, അങ്ങയിൽ കാണുന്ന ഹൃദയം ഞങ്ങളിലും കാണട്ടെ കർത്താവിനോട്. ആ താഴ്മ, ആ നന്മ, ജീവിതത്തിന്റെ നന്മ അത് ഞങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട ഞാൻ ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.